तत्पुरुषाय विद्महे सुवर्णपक्षाय धीमहि तन्नो गरुणः प्रचोदयात्। ॐ तत्पुरुषाय विद्महे सुवर्णपक्षाय धीमहि तन्नो गरुणः प्रचोदयात्। തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 8ാം തന്ത്രത്തിലെ അവസ്ഥാഭേദത്തിലെ മറ്റ് 2 പാടലുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അറിവറ്റ 36 തത്വങ്ങളോട് ചേർന്ന് നെറിയറ്റ് ഞാനിരുന്നേനറിയാതെ എന്നും നന്ദിയാം പരമേശൻ പിന്നെന്നെയും കാട്ടിത്തന്നാൽ എന്നെ ഞാൻ അറിഞ്ഞോനായി നിന്നു നിൻ കാരുണ്യത്താൽ. ജാഗ്രത്തിൽ ജാഗ്രതാദി പോന്നോരവസ്ഥയെല്ലാം യോഗ്യമല്ല, എനിക്ക് അവയൊന്നുമേ എൻ്റെയല്ല. തത്വങ്ങൾ 3 അവസ്ഥാഭേദങ്ങളും ഞാനല്ല എന്ന് നീ നിന്നെ കാട്ടി എന്നോടുരച്ചുവല്ലോ. ഇതാണ് തിരുമൂലദേവൻ പറയുന്ന 2 പാടലുകൾ. നോക്കൂ, അറിവറ്റ 36 തത്വങ്ങളോട് ചേർന്ന് നെറിയറ്റ് ഞാനിരുന്നേനറിയാതെ എന്നും എനിക്ക് എന്നെ അറിയാൻ കഴിഞ്ഞിരുന്നില്ല. അതായത് ഒരു സാധാരണ ജീവന് ഒരിക്കലും ഞാൻ ആരാണ് എന്ന് തിരിച്ചറിയില്ല. ഞാൻ ദേഹമാണ്, ഞാൻ മനസ്സാണ്, ഞാൻ അതേപോലെ ബുദ്ധിയാണ്, ഞാൻ അഹങ്കാരമാണ് എന്നൊക്കെയാണ് സാധാരണ ഒരു മനുഷ്യന് തോന്നുന്നത്. ദേഹോഹം എന്ന ഒരവസ്ഥയിൽ നിന്ന് സാധാരണക്കാർ ഒരിക്കലും മേലോട്ടേക്ക് പോകാറില്ല. അതുകൊണ്ടാണ് ഈ 36 തത്വങ്ങളും എന്തായി മാറുന്നത്? അറിവില്ലാത്ത തത്വങ്ങളായി മാറുന്നു. ഏതാണ് ഈ 36 തത്വങ്ങൾ? നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, അങ്ങനെ 10. പിന്നെ പഞ്ചജ്ഞാനേന്ദ്രിയ കർമ്മേന്ദ്രിയ തന്മാത്രകൾ 10. പിന്നെ പഞ്ചപ്രാണന്മാരും ഉപപ്രാണന്മാരും അടങ്ങിയ 10 പ്രാണങ്ങൾ. പിന്നെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, പിന്നെ അതേപോലെ തന്നെ ആത്മാവ്. ഇങ്ങനെയാണ് 36 തത്വങ്ങൾ നമ്മിലുണ്ട് എന്ന് തിരുമൂലദേവൻ പറയുന്നത്. ഇതിലെ 35ാമത്തെ തത്വം കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നത് 36ാമത്തേത് ആത്മാവാണ്. ഈ ആത്മാവാണ് സത്യം. ഈ ആത്മാവിലേക്ക് മറ്റ് 35 തത്വങ്ങളും എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അയാൾ ജ്ഞാനിയായി മാറും. ഇതാണ് തിരുമൂലദേവൻ പറയുന്നത്. അതേവരെ ഈ തത്വങ്ങളെല്ലാം തന്നെ അറിവറ്റതായിരിക്കും. അപ്പോൾ 36 തത്വങ്ങളും അറിവറ്റിരിക്കുന്ന, അറിവില്ലാത്തൊരവസ്ഥയിൽ എന്തു പറ്റുന്നു? ഞാനിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ആത്മാവിനെ, എന്നിലെ എന്നെ എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ സമയം എന്ത് സംഭവിക്കുന്നു? നന്ദിയാം പരമേശ്വരൻ പിന്നെ എന്നെയും കാട്ടിത്തന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നന്ദിയാകുന്ന പരമേശൻ, ശിവൻ, ശംഭു തന്നെ തനിക്ക് കാണിച്ചു തന്നു. അതോടുകൂടി ഞാൻ എന്നെ അറിഞ്ഞു. എന്നിലെ എന്നെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ആരുടെ കാരുണ്യത്താൽ? നിൻ കാരുണ്യത്താൽ. ശംഭുവിൻ്റെ, ശിവൻ്റെ കാരുണ്യത്താൽ എന്നിലെ എന്നെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. എന്നിലെ ശിവനെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അങ്ങനെ ഞാൻ ശിവോഹം എന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നു. അത് ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ഇവിടെ ഗുരുവധീശനായ ശിവൻ തന്നെയാണ് യഥാർത്ഥ ഗുരുവായി ഈ അജ്ഞാനിയെ ജ്ഞാനിയാക്കി മാറ്റുന്നത്. അപ്പോൾ ഗുരുകൃപയാണ് ഇവിടെ പ്രധാനപ്പെട്ട ഘടകം. ഈ ഗുരുകൃപ കൊണ്ട് മാത്രം, ഈ ഗുരുകൃപ ഒന്നുകൊണ്ട് മാത്രം ഈ 36 തത്വങ്ങളും ആത്മാവിൻ്റെ അനുഭൂതി മണ്ഡലത്തിലേക്ക് പറന്നുയരും. അങ്ങനെ പറന്നുയരാൻ സഹായിക്കുന്ന ദേവനാണ് ഗുരുദേവൻ.
ആ ഗുരു സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ്. അപ്പോൾ ഗുരുവും ഈശ്വരനും ശിവനും എല്ലാം തന്നെ ഒന്ന് തന്നെയാണ്. ആ ശിവ അനുഗ്രഹത്താൽ, ആ ഗുരു അനുഗ്രഹത്താൽ, ഗുരുവധീശൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് എൻ്റെ തത്വങ്ങളെല്ലാം തന്നെ ആത്മാവിൽ വിലയിച്ചു ചേർന്നു. അതിൻ്റെ ഉത്ഭവസ്ഥാനമായ ആത്മാവിൽ ഈ പഞ്ചേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും അതേപോലെ തന്മാത്രകളും അതേപോലെ തന്നെ മറ്റ് ചില മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളാകുന്ന ആ അവസ്ഥകളും എല്ലാം തന്നെ ശരിക്കും പരമാത്മാവിൽ ലയിച്ചു ചേരുകയാണ് ചെയ്തത്. അപ്പോൾ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട്, ഗുരുവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ തത്വങ്ങളെ ആത്മാവിൽ വിലയിപ്പിക്കാൻ കഴിഞ്ഞത്. അതാരാ? നന്ദിയാം പരമേശ്വരൻ എന്നെ കാട്ടിത്തന്നോ. എനിക്ക് എന്നെ കാട്ടിത്തരണമെങ്കിൽ ഗുരു തന്നെ വേണം. ഇവിടെയാണ് ഗുരുകൃപയുടെ, ഗുരുവിൻ്റെ ആവശ്യകത വരുന്നത്. അതായത് ഒരു സ്ത്രീ മാല കഴുത്തിൽ അണിഞ്ഞിട്ട് ആ മാല എവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ഒരാൾ പറയുന്നു, നിൻ്റെ കഴുത്തിൽ കിടക്കുന്നതുണ്ടല്ലോ ആ മാല എന്ന് പറയുമ്പോഴാണ് ആ സ്ത്രീ തൻ്റെ മാല തൻ്റെ കഴുത്തിലുണ്ട് എന്നറിയുന്നത്. ഇതേപോലെ ഒരു ഗുരു തന്നിലെ തന്നെ, എന്നിലെ എന്നെ കണ്ടെത്താൻ സഹായിക്കുന്നു. നീയാണ് ശിവോഹം എന്നുള്ള അവസ്ഥയിലേക്ക് എനിക്ക് കാണിച്ചു തരുന്നു. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്, ഉള്ളിൽ മറഞ്ഞു കിടക്കുകയാണ്. ആ മറഞ്ഞു കിടക്കുന്ന സത്യത്തെ ഗുരു ഉണർത്തി നമുക്ക് കാണിച്ചു തരിക മാത്രമാണ് ചെയ്യുന്നത്. ഇതാണ് ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട ജോലിയും. അപ്പോൾ ഒരു വ്യക്തിയെ സാധാരണ മനുഷ്യനിൽ നിന്ന് ശിവത്വത്തിലേക്ക്, അതായത് ശവത്തിൽ നിന്ന് ശിവത്തിലേക്ക് ഉയർത്തുന്നത് സാക്ഷാൽ ഗുരുവാണ് എന്നാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. അങ്ങനെ എന്നിലെ എന്നെ എനിക്ക് കണ്ടെത്താൻ എൻ്റെ ഗുരു എന്നെ സഹായിച്ചു. ആ ഗുരു ആരാണ്? നന്ദിയാം പരമേശൻ. നന്ദിയാകുന്ന പരമേശ്വരനാണ്, ശിവനാണ്, ശംഭുവാണ് എനിക്ക് എന്നിലെ എന്നെ കാണിച്ചു തന്നത്. ഇനി നോക്കൂ, ജാഗ്രതാദി പോന്നൊരവസ്ഥയെല്ലാം യോഗ്യമല്ല, എനിക്കവ ഒന്നുമേ എൻ്റേതല്ല. അതായത് പ്രധാനമായിട്ടും 3 അവസ്ഥകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി. ഈ ജാഗ്രത അവസ്ഥയും ഈ സ്വപ്നാവസ്ഥയും സുഷുപ്തിയൊന്നും ഞാനല്ല. എന്നിൽ വന്ന് വീഴുന്ന ചില മായാവിഭവങ്ങൾ മാത്രമാണ്. പിന്നെ അതുപോലെ തത്വങ്ങൾ 3 അവസ്ഥയും എൻ്റേതല്ല. 3 അവസ്ഥകൾ ഏതൊക്കെ? കാമം, ക്രോധം, തപസ്. അതായത് സത്വരജ തമോ ഗുണങ്ങൾ. അവിടെ ഈ 3 അവസ്ഥകളും എൻ്റേതല്ല. സാധാരണ മനുഷ്യർ കാമത്തിന് അധീനരാണ്, ക്രോധത്തിന് അധീനരാണ്, പിന്നെ തമസിന്, മയക്കത്തിന് അധീനരാണ്. അങ്ങനെ തമസിൽപ്പെട്ട് രാജസ്വഭാവത്തിൽപ്പെട്ട് കഴിയുന്ന പിന്നെ സാത്വിക ഭാവത്തിൽ കഴിയുന്ന മനുഷ്യർ, ഇങ്ങനെ 3 അവസ്ഥകളിൽ കൂടി മാറി മാറി പോകുന്ന മനുഷ്യജന്മത്തെ ഈ 3 അവസ്ഥകളും നീയല്ല. ഈ 3 അവസ്ഥകൾക്കും അപ്പുറം ഞാൻ നിലകൊള്ളുന്നു എന്ന് എന്നെ കാട്ടിത്തന്നത് അല്ലയോ ഭഗവാൻ പരമേശ്വര അങ്ങാണ്. അങ്ങ് എന്നിലെ എന്നെ കാണിച്ചു തന്നു. അതോടെ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി തലങ്ങളും അതേപോലെ കാമക്രോധ തമസുകളും രജോ തമോ സാത്വിക ഗുണങ്ങളുമൊന്നും ഞാനല്ല എന്ന സത്യം എൻ്റെ ഗുരു എനിക്ക് കാണിച്ചു തരുന്നു. അതോടെ ഞാനായി മാറി. അപ്പോൾ വെറും സാധാരണക്കാരനായ ഒരു മനുഷ്യനെ ഗുരുവിന് അത്ഭുതകരമായ പരിവർത്തനങ്ങൾ വരുത്താൻ കഴിയും. ഈ മനുഷ്യനിൽ, സാധാരണ മനുഷ്യനിൽ കുടികൊള്ളുന്ന ആ മായ എല്ലാം വെറും മായയാണ് എന്ന് ബോധ്യപ്പെടുത്താനും യഥാർത്ഥ ജ്ഞാനം എന്താണ് എന്നിലെ എന്നെ എനിക്ക് കാണിച്ചു തരാനും ഗുരുവിന് മാത്രമേ കഴിയൂ. ആ ഗുരുവ്
ഇവിടെ സാക്ഷാൽ പരമേശ്വരനാണ്. അപ്പോൾ ഗുരു എന്ന് പറയുന്നതും ശിവൻ എന്ന് പറയുന്നതും ഈശ്വരൻ എന്ന് പറയുന്നതും നാനാ മതങ്ങളിലുള്ള ഈശ്വരന്മാരെന്ന് പറയുന്നതും എല്ലാം തന്നെ ഈ ഗുരുസങ്കല്പത്തിൽ ഗുരു ദക്ഷിണാമൂർത്തിയിൽ ഒതുങ്ങുന്നു. സാക്ഷാൽ ദക്ഷിണാമൂർത്തിയാണ് ഗുരുവായി നമ്മുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് നമുക്ക് നമ്മുടെ അജ്ഞാനത്തെ ഇല്ലാതാക്കി ജ്ഞാനത്തിലേക്ക് എന്നിലെ എന്നെ എനിക്ക് കാണിച്ചു തരുന്നു. അതാരാ? ഞാൻ ശിവോഹം, ശിവനാണ് എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മെ എത്തിച്ചു തരുന്നു. ഈ അവസ്ഥാവിശേഷം വളരെ വികാരവത്തായിട്ട് മാണിക്യവാചകർ തിരുവാചകത്തിൽ ചിത്രീകരിക്കുന്നുണ്ട്. ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് ഗുരുവിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നത്? അതിന് തീവ്രമായൊരു ആഗ്രഹം വേണം. കത്തിയെരിയുന്ന, ശരിക്കും എന്താ, വെള്ളത്തിൽ മുങ്ങിച്ചാവാൻ പോകുന്ന ഒരാൾ ശ്വാസത്തിന് വേണ്ടി എപ്രകാരമാണോ പിടയുന്നത്, അതേപോലെ ഈശ്വരന് വേണ്ടി ഗുരുവിന് വേണ്ടി കിടന്ന് പിടയണം. അങ്ങനെ പിടയുമ്പോൾ സാക്ഷാൽ ഗുരു ശിവൻ വന്ന് നമ്മെ യാഥാർത്ഥ്യം, നമ്മെ എന്നിലെ എന്നെ എനിക്ക് കാണിച്ചു തരും. ഇത് തിരുവാചകത്തിൽ വളരെ വികാരവത്തായിട്ട് മാണിക്യവാചകർ ചിത്രീകരിക്കുന്നുണ്ട്. നമുക്ക് അതിലെ കുറച്ച് ഭാഗം നോക്കാം. അതിലൊരു 6ാമത്തെ കാണ്ഡമുണ്ട്. അതിൻ്റെ പേര് നീത്തൽ വിണ്ണപ്പം എന്നാണ്. നീത്തൽ വിണ്ണപ്പം, അതായത് എന്നിലെ ഈ അഹംഭാവത്തെ, എന്നിലെ മായയെ എനിക്ക് കാണിച്ചു തന്ന് അതിനെ ഉപേക്ഷിക്കാൻ എന്നെ സഹായിക്കുന്ന ആ രീതിവിശേഷത്തിനാണ് നീത്തൽ വിണ്ണപ്പം എന്ന് പറയുന്നത്. ലൗകിക ബന്ധങ്ങളോടുള്ള പ്രതിപത്തി ഇല്ലാതാക്കാൻ ശിവനോട് ഇവിടെ മാണിക്യവാചകർ അപേക്ഷിക്കുകയാണ്. മോഹത്തിൽ നിന്നും മുക്തി വേണമെന്ന് ശിവനോട് 50 പാടലുകളിലൂടെ ഇവിടെ മാണിക്യവാചകർ വീണ് അപേക്ഷിക്കുകയാണ്. അങ്ങനെ അപേക്ഷിക്കുമ്പോൾ സാക്ഷാൽ ശിവൻ വന്നിട്ട് ആ തില്ലയിലാടുന്ന ശിവതാണ്ഡവം ദർശനം മാണിക്യവാചകർക്ക് കാണിച്ചു കൊടുക്കുകയും അങ്ങനെ മാണിക്യവാചകരെ ശിവനാക്കി മാറ്റുകയും ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, നമുക്കതിലെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് നോക്കാം. ഈ നീത്തൽ വിണ്ണപ്പത്തിലെ 4-5 പാടലുകൾ പരിശോധിക്കാം. ഇതാ നോക്കൂ. പഞ്ചേന്ദ്രിയങ്ങൾ എന്നെ വഞ്ചിച്ചിടുകയല്ലേ, നിന്മണി മലർപ്പദം വിട്ടുപോയാൻ എന്നെ ഉപേക്ഷിച്ചിടുമോ നീ, ഊറുന്ന തേനത്തോനെ ഉത്തര കോശമങ്കയ്ക്ക് അരജ ഭസ്മം പൂശി പൊന്മേനി ഒളിയാന്ന് വിളങ്ങും പെരുമാനെ. അങ്ങനെ ഭസ്മം പൂശിയ ഒളി വിതറുന്ന പെരുമാനെ അങ്ങ് പഞ്ചേന്ദ്രിയങ്ങൾ എന്നെ വഞ്ചിച്ചിടുകയാൽ, പഞ്ചേന്ദ്രിയങ്ങൾ എന്നെ വഞ്ചിച്ച് പഞ്ചേന്ദ്രിയങ്ങൾ അടിമയായി കിടക്കുന്ന എന്നെ, നിൻ മണി മലർപ്പദം വിട്ടുപോയ എന്നെ, അതായത് നിന്നിൽ നിന്ന് ഈശ്വരനിൽ നിന്ന് അകന്നു പോയ എന്നെ നീ ഉപേക്ഷിക്കരുതേ. ഒരിക്കൽ ഞാൻ നിൻ്റെ കൂടെയായിരുന്നു, ഭഗവാന്റെ കൂടെയായിരുന്നു ഞാനും ഭഗവാനും ഒന്ന് തന്നെയായിരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ വഞ്ചിച്ചതുകൊണ്ട് ഞാൻ ഭഗവാനിൽ നിന്ന് വിട്ടുപോയി. ആ വിട്ടുപോയ എന്നെ അങ്ങ് വീണ്ടും അങ്ങയുടെ മലർപ്പാദങ്ങളിൽ എത്തിക്കാൻ സഹായിക്കണം. എന്നെ ഉപേക്ഷിക്കരുതേ. താണു വീണ് കേണപേക്ഷിക്കുകയാണ് ശിവനോട്, എന്നെ ഒരിക്കലും ഉപേക്ഷിക്കരുതേ. പിന്നെ ഉന്നതൻ നീ എന്ന് എന്നെ കൈക്കൊള്ളാൻ വരും നേരം ഇന്ദ്രിയ വശംവദനായി ഞാൻ കിടക്കലും നീ എന്നെ വെടിയുമോ രിപുക്കൾ ഭയക്കുമാ രായുധമേന്തുന്ന ഉത്തരകോശമംഗപുരത്തെ ആളുന്നോനെ, കടുപ്പമാർന്നോരെന്നെ നീ രക്ഷിച്ചിടുമോ അമൃതസാഗരമേ. അല്ലയോ അമൃതത്തിൻ്റെ സാഗരമേ,
നീ എന്നെ രക്ഷിക്കുമോ എന്ന് ചോദിക്കുകയാണ്. നീ എന്നെ കൈക്കൊള്ളുമോ? നീ എന്നെ വെടിയാതെ ഋതുക്കളെ കൊന്നിട്ടുള്ള അല്ലയോ ഭഗവാനെ, അവിടുന്ന് എന്നിലെ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന മോഹങ്ങളാകുന്ന ഋതുക്കളെ കൊന്നിട്ട് അങ്ങയുടെ പാദമലരുകളിൽ എനിക്ക് അഭയം നൽകണമേ എന്ന് പറയണം. ഇനി അടുത്ത് നോക്കൂ. കടൽ നീർ നക്കും ശ്വാനൻ ഞാൻ, നിൻ കാരുണ്യമാം കടലിലുള്ളം തങ്ങി ഇടാത്തവനെന്നാകിലും വെടിഞ്ഞിടല്ലേ എന്നെ വിടാതെ പറ്റി നിൽക്കും. അടിയാരുള്ളം വീടായി കുടികൊണ്ടിരുന്നോനെ, നീ എന്നെ രക്ഷിക്കുക എന്ന് പറയുന്നത്. നോക്കൂ, കടൽ നീർ നക്കും ശോനൻ ഞാനിങ്ങനെ കടലിലെ വെള്ളമാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. നിൻ്റെ കാരുണ്യമാം കടലിലുള്ളം ഞാൻ അറിഞ്ഞില്ല. നിൻ്റെ കാരുണ്യമാകുന്ന കടലിലെ വെള്ളമല്ല ഞാൻ ഇതുവരെ കുടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള എന്നെ നീ വെടിയരുതേ. അടിയോരുള്ളം, അടിയന്മാരുടെ, അതായത് അടിമകളുടെ, ഭക്തന്മാരുടെ ഉള്ളത്തെ എന്നും വീടായി കുടികൊണ്ടിരുന്നോനെ, വീടായി കരുതുന്ന അല്ലയോ ഭഗവാനെ. അപ്പോൾ ഭക്തൻ്റെ ഹൃദയം, കാരുണ്യം നിറഞ്ഞ ശിവഭക്തനായ ഒരു ഭക്തൻ്റെ ഹൃദയത്തിൽ ശിവൻ കുടികൊള്ളുക തന്നെ ചെയ്യും. അതുകൊണ്ട് അങ്ങനെയുള്ള ഭഗവാനെ അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് മാണിക്യവാചകർ തിരുവാചകത്തിൽ നമ്മളോട് പറയുന്നത്.